വന്നുകൊള്ളുന്നു. നമുക്കറിയാം, കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനോട് ഒരു കടപ്പാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കർഷകർ എന്ന് പറയുന്ന ആളുകളോടാണ്. 2 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക്, കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾക്ക് നമുക്ക് യാതൊരു ഈടും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് ഒരു സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി ആണ് ഈ സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് തീരുമാനിക്കുന്നത്. അതായത് ഇത്ര സെന്റിന് നമുക്കിപ്പോൾ നമ്മുടെ കോക്കനട്ട് ആണെങ്കിൽ ഇത്ര സെന്റുണ്ട്, അപ്പോൾ അത്രയും സെന്റിൽ ഈ കോക്കനട്ട് ആണെങ്കിൽ നമുക്ക് മാക്സിമം എത്ര രൂപ വരെ ലോൺ കൊടുക്കാൻ കഴിയും എന്നുള്ളതിന് ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഒരു എമൗണ്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ബാങ്കുകളും ലോൺ തരുന്നത്. നിങ്ങൾക്ക് എത്ര ഭൂമിയുണ്ടോ, അതിൽ എന്തൊക്കെ കൃഷികളുണ്ടോ, അപ്പോൾ അതിന് ആനുപാതികമായിട്ട് നമ്മൾ എത്രത്തോളം എമൗണ്ടിന് അർഹരാണ് എന്ന് നോക്കിയിട്ടാണ് ബാങ്കുകൾ ലോൺ തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോണിന് 5 വർഷം വരെ നമുക്ക് കാലാവധി ഉണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ എടുത്തു, അടുത്ത വർഷം ഇന്ന് ആവാൻ നമ്മൾ കാത്തിരുന്നു. ഒരു ദിവസം മുന്നേ എങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആ വർഷത്തെ നികുതി ഷീറ്റ് നികുതി അടച്ചതിന് ശേഷം ആ നികുതി ഷീറ്റുമായി ബാങ്കിനെ സമീപിച്ച് നമ്മൾ ഒരു ദിവസം മുന്നേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ പുതുക്കി വെച്ചിരിക്കണം. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന പോലെയുള്ള ഇൻട്രസ്റ്റ് സബ്വെൻഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിബേറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അർഹരാവുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാങ്കുകളിൽ ഒരു കസ്റ്റമറുണ്ട് ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ ഓപ്പൺ ആകുമ്പോൾ, അത് ഓപ്പൺ ആകുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ KCC-ISS പോർട്ടൽ, അതായത് സബ്വെൻഷൻ സ്കീം പോർട്ടലിലേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ ഒരാൾ KCC ലോൺ എടുക്കാൻ പോകുന്നു, നമുക്ക് ചിലപ്പോൾ വളരെ പഴയ അക്കൗണ്ട് ആയിരിക്കും ആ ബാങ്കിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഒരു പേര് വെച്ച് അക്കൗണ്ട് തുടങ്ങി. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ ആധാർ കാർഡിൽ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ ഇംഗ്ലീഷിന് പുറകിൽ അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഫ്രണ്ടിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ടും നമ്മുടെ ഈ ലോണ് ഈ പോർട്ടലിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സബ്സിഡിക്കെല്ലാം നമ്മുടെ അർഹത നഷ്ടപ്പെടും. നമ്മുടെ ആധാറുമായിട്ടാണ് വളരെയധികം കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യമാണ്, നമ്മുടെ ലോൺ അക്കൗണ്ട് പാസ്ബുക്കിലുള്ള പേര് തന്നെയാണോ നമ്മുടെ ആധാറിലുള്ള പേര്. അത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് നോക്കണം. കാരണം ചിലപ്പോൾ ബാങ്കിൽ ഈ കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് അവർ ശ്രദ്ധിച്ചൊന്നും വരില്ല. ഇത് നമ്മൾ ചെയ്തു, കസ്റ്റമർ പോയി, കുറച്ച് കഴിഞ്ഞിട്ട് ബാങ്കിന് റിജക്റ്റഡ് ആയ ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടും. അന്ന് പക്ഷെ പിന്നീട് ബാങ്ക് എന്ത് ചെയ്യണം, നിങ്ങളെ വിളിച്ചിട്ട് പുതിയ ആധാർ കൊണ്ടുതരാൻ പറയണം. എന്നിട്ട് രണ്ടാമത് ആധാർ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളെ ഈ സബ്സിഡിക്ക് വേണ്ടി എലിജിബിൾ ആക്കണം. അപ്പോൾ നമ്മൾ തന്നെ നമ്മളൊരു കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായി നോക്കാൻ പറ്റുന്ന കാര്യമല്ലേ, നമ്മുടെ ആധാറിലുള്ള പേര് തന്നെയാണോ നമ്മുടെ പാസ്ബുക്കിലുള്ള പേര്. ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ബാങ്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം, അതായത് ഞാൻ പാസ്ബുക്ക് എടുക്കുന്ന സമയത്ത് ഇന്നതായിരുന്നു എൻ്റെ പേര്, പക്ഷെ ആധാറിൽ ചെറിയൊരു വ്യത്യാസമില്ല, പുതിയ വീട്ടിൽ പേര് മാറിയതോ ഇംഗ്ലീഷിൽ മാറിയതോ എന്താണെങ്കിലും അത് ബാങ്കിനെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. പാസ്ബുക്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പോർട്ടൽ ഒരു റിജക്ഷൻ വരുന്ന ഒരാവശ്യമോ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ, ചിലപ്പോൾ വളരെ കാലങ്ങൾക്ക് മുന്നേ നമ്മൾ കൊടുത്ത ഏതെങ്കിലും ഒരു നമ്പറായിരിക്കും ഇപ്പോഴും നമ്മുടെ പാസ്ബുക്കിൽ ഉണ്ടാകുക, അക്കൗണ്ടിൽ ഉണ്ടാവുക. അപ്പോൾ ഏതാണോ നമ്മുടെ പുതിയ മൊബൈൽ നമ്പർ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ പാസ്ബുക്കിൽ കൊടുക്കും. സാധാരണ സ്വന്തം ഭൂമിയിലുള്ള ആൾക്കാരും അല്ലാതെ പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർക്കും ഈ ഒരു ലോൺ ലഭ്യമാണ്. അതിനനുസരിച്ചുള്ള എമൗണ്ടിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മൾ ഭൂമി കൈവശം ഉള്ള ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ പറഞ്ഞത് ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്ന മത്സ്യബന്ധനം ജീവനോപാധിയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ സമുദ്ര മത്സ്യബന്ധനമാണെങ്കിലും അല്ല ഉൾനാടൻ മത്സ്യബന്ധനം നമ്മുടെ ഭൂമിയിൽ നമുക്ക്
ലോൺ നമുക്ക് എടുക്കാൻ കഴിയും. 4% തന്നെ നമുക്ക് ആ ലോൺ ലഭ്യമാണ്. അപ്പോൾ ആ രീതിയിൽ മത്സ്യ കൃഷി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ലോൺ ആവശ്യമാണെങ്കിൽ ബാങ്കിനെ സമീപിക്കാവുന്നതാണ്. ഇനി അതല്ല, സ്വന്തമായി ബോട്ടും ആ രീതിയിലൊക്കെയുള്ള സമുദ്ര മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും അവരുടെ ദൈനംദിനമായ ഈ ജോലി ആവശ്യമായ കാര്യങ്ങൾക്ക് പോകാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ലോണും ഈ KCC ഫിഷറീസ് ലോണിന് ലഭ്യമാണ്. 4% തന്നെയാണ് ആ ലോണിന് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. പക്ഷെ അതിന് ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കൃഷിയുടെ കേസിൽ നമുക്ക് ഇൻട്രസ്റ്റ് നമ്മൾ മാസാമാസം അടയ്ക്കണം എന്നുള്ള ഒരു നിബന്ധനയില്ല. അതിൽ ബാങ്കിൽ സെപ്റ്റംബർ, മാർച്ച് എന്നീ മാസങ്ങളിലാണ് ബാങ്ക് ഇൻട്രസ്റ്റ് അത് ചാർജ് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കണം ഒരു നിബന്ധനയില്ല. നമ്മൾ പുതുക്കുന്ന സമയത്ത് നമ്മളത് ചെയ്തിരിക്കണം. പക്ഷേ ഈ പറയുന്ന പോലെ KCC ഫിഷറീസ് ആണെങ്കിൽ നമ്മൾക്ക് അതുപോലെയുള്ള ഒരു ഓപ്ഷൻ ഇല്ല. മാസാമാസം വരുന്ന പലിശ എന്താണോ നമ്മൾ മാസാമാസം തന്നെ അത് അടച്ചിരിക്കണം. കാരണം കൃഷിയുടെ കേസിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രോപ്പിംഗ് ടൈപ്സ്, പല കൃഷിയുടെയും എന്താ പറയുക രീതി വ്യത്യാസമാണ്. ആ സമയത്ത് വിളവെടുപ്പ് നടക്കുന്ന സമയത്ത് മാത്രമേ അവർക്ക് അതിൽ നിന്നുള്ള വരുമാനം ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം ആകുമ്പോൾ നിങ്ങൾ അടച്ചാൽ മതി. പക്ഷേ ഫിഷറീസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ളത് നമ്മൾ ഡെയിലി ആ ഒരു ജോലി ചെയ്യുന്നുണ്ട്, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KCC ഫിഷറീസിന് നേരത്തെ പറഞ്ഞ പോലെയുള്ള ആനുകൂല്യം ഇല്ല. 4% തന്നെയാണ് ഇൻട്രസ്റ്റ് റേറ്റ്. പക്ഷെ അതിൽ വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മാസാമാസം തന്നെ അടച്ചിരിക്കണം. അതുകൂടാതെ ഒരു വർഷമാവുമ്പോൾ സാധാ കാർഷിക ലോൺ പുതുക്കുന്നത് പോലെ തന്നെ നിങ്ങളത് പുതുക്കിയാൽ മാത്രമേ ഈ 4% അർഹത നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതാണ് ഇതിലുണ്ട്. പശുവുണ്ട്, നമുക്കൊരു 4-5 പശുവുണ്ട് ഇവിടെ. അതിൻ്റെ പശുവിൻ്റെ പരിപാലനത്തിന് വേണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം, KCC 06 എന്ന് പറയുന്ന ഈ 4% ലോൺ നമുക്ക് എടുക്കാം. അതിലും ഈ പറഞ്ഞ പോലെ മാസാമാസം നിങ്ങൾ ഇൻട്രസ്റ്റ് അടക്കണം. ഒരു വർഷമാകുമ്പോൾ നിങ്ങൾ പുതുക്കാൻ വേണം. എന്നാലാണ് 4% എലിജിബിലിറ്റി അർഹത നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. ഇതിനാണ് കിസാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. അതുകൂടാതെ പല രീതിയിലുള്ള ലോണുകളും ബാങ്കുകളിൽ ലഭ്യമാണ്. നമുക്കിപ്പം സ്വന്തമായിട്ട് ഒരുപാട് ഭൂമിയുള്ള ആളുകളാണ്. നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ ലോണുകളൊക്കെ 2 ലക്ഷം രൂപ വരെ രീതിയിലൊക്കെ നമുക്ക് ലഭിക്കും. ഇനി അതല്ല, നമുക്ക് കുറച്ചധികം കൂടുതലായിട്ട് ആവശ്യമുണ്ട് ലോണായിട്ടെങ്കിൽ നമുക്ക് ഭൂമിയുണ്ട്, അതിൽ തന്നെ ഭൂമി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഈട് വെച്ച് നമുക്ക് ലോൺ എടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഗ്രാമീണ മേഖലയാണെങ്കിൽ KGP കിസാൻ സമ്പൂർണ്ണ എന്ന് പറഞ്ഞുള്ള ലോണുണ്ട്. 2 ലക്ഷത്തിന് മുകളിലാണ് പറയുന്നത്. നിങ്ങൾക്ക് ഭൂമിയുമായിട്ട് നിങ്ങളുടെ ലാൻഡ് ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ ആ ഭൂമിയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആ പ്രൊജക്റ്റിൻ്റെ ബേസിസിൽ ആ ലാൻഡ് ബാങ്കിലേക്ക് ഈട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റുന്നതാണ്. നിലവിൽ അതിന് 10% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. 7 വർഷം വരെ അതിൻ്റെ കാലാവധി കിട്ടും. പിന്നെ അതുപോലെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്ന ഒരു ലോണുണ്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പല ആവശ്യങ്ങളും വരാം, അല്ലേ? അതായത് നമുക്കൊരു വെയർ ഹൗസ് വേണം, അല്ലെങ്കിൽ നമുക്കൊരു റൈപ്പനിങ് ചേമ്പർ, അല്ലെങ്കിൽ ഒരു പാക്ക് ഹൗസ്, അല്ലെങ്കിൽ നമ്മുടെ വിളവെടുക്കുന്ന സാധനങ്ങൾ സോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രേഡ് ചെയ്യണം. അങ്ങനെയുള്ള സോർട്ടിങ് ആൻഡ് ഗ്രേഡിങ് യൂണിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് AF സ്കീം എന്ന് പറയുന്ന സ്കീം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ട്രാക്ടറൊക്കെ മേടിക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഈ ട്രാക്ടർ AF സ്കീമിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് 3% വെച്ച് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഗവൺമെൻറ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കർഷകരാകുമ്പോൾ ചിലപ്പം പല സ്കീമുകളെ കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ ചിലപ്പോൾ കഴിയുന്നുണ്ടാവില്ല. എങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ കുമ്പള ബ്രാഞ്ചിനെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിന്
ഇനിയും തുടർന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ಕಟ್ಟಿದ ಬಡವನೆದೆಯ ಗುಡಿಯಲ್ಲಿರುವೆ ನಾನು, ಬೆಳೆಯ ನಡುವೆ ರೈತ ಬಸಿದ ಬೆವರಲ್ಲಿರುವೆ ನಾನು. ಕೆಲಸ ನಿನಗೆ ಫಲವು ನಿನಗೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಡು ಮತಗಳ ಜಗಳ, ಇದೇ ಕೆಲಸವು ಬಹಳ, ನನ್ನ ಒಲಿಸಲು ಮರುಳ ಇರೋ ಮಾರ್ಗವು. ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀಯ. ಕಟ್ಟಿದ ಬಡವನೆದೆಯ ಗುಡಿಯಲ್ಲಿರುವೆ ನಾನು, ಬೆಳೆಯ ನಡುವೆ ರೈತ ಬಸಿದ ಬೆವರಲ್ಲಿರುವೆ ನಾನು. ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಡು ಮತಗಳ ಜಗಳ, ಕೆಲಸವು ಬಹಳ, ನನ್ನ ಒಲಿಸಲು ಮರುಳ ಇರೋ ಮಾರ್ಗವು. ಕೆಲಸ ನಿನಗೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ. ಕಟ್ಟಿದ ಬಡವನೆದೆಯ ಗುಡಿಯಲ್ಲಿರುವೆ ನಾನು, ಬೆಳೆಯ ನಡುವೆ ರೈತ ಬಸಿದ ಬೆವರಲ್ಲಿರುವೆ ನಾನು. ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಡು ಮತಗಳ ಜಗಳ, ಇದೇ ಕೆಲಸವು ಬಹಳ, ನನ್ನ ಒಲಿಸಲು ಮರುಳ ಇರೋ ಮಾರ್ಗವು. ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಯ ಕಟ್ಟಿದ ಬಡವನೆದೆಯ ಗುಡಿಯಲ್ಲಿರುವೆ ನಾನು, ಬೆಳೆಯ ನಡುವೆ ರೈತ ಬಸಿದ ಬೆವರಲ್ಲಿರುವೆ ನಾನು. ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಡು ಮತಗಳ ಜಗಳ, ಇದೇ ಕೆಲಸವು ಬಹಳ, ನನ್ನ ಒಲಿಸಲು ಮರುಳ ಇರೋ ಮಾರ್ಗವು. ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಳಿಯ ಕಟ್ಟಿದ ಬಡವನೆದೆಯ ಗುಡಿಯಲ್ಲಿರುವೆ ನಾನು, ಬೆಳೆಯ ನಡುವೆ ರೈತ ಬಸಿದ ಬೆವರಲ್ಲಿರುವೆ ನಾನು. ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಡು ಮತಗಳ ಜಗಳ, ಇದೇ ಕೆಲಸವು ಬಹಳ, ನನ್ನ ಒಲಿಸಲು ಮರುಳ ಇರೋ ಮಾರ್ಗವು. ಕೆಲಸ ನಿನದೆ ಫಲವು ನಿನದೆ ಛಲದ ಒಡೆಯ ನೀನು, ಇದನ್ನು ಮರೆತು ನನಗೆ ನಮಿಸಿ ಶ್ರಮವ ಪಡುವೆ ನೀನು. ಬಿಡು ಮತಗಳ ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം. പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.
വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.